വസല്ലമ തങ്ങളുടെ ജാറത്തിങ്ങൾ വരുമെന്ന ഹദീസ് അത് സ്വഹീഹാണ്. അതുകൊണ്ട് അത് ശിർക്കാണോ അനുവദനീയമാണോ? ഇതുവരെ പറഞ്ഞപ്പോ എന്താണ്? ഞാനും നിങ്ങളും അപ്പാണ് തെളിവാക്കാട് പോയി ചെയ്താൽ ശിർക്ക് തന്നെയാണ്, സംശയമില്ല. എന്നാൽ ഈസാ നബി ശിർക്കാണോ? ഒരിക്കലുമല്ല. ഏതുപോലെ ഖിദ്ർ ഇസ്ലാം കൊന്ന ഹറാമല്ല. ഖിദ്ർ ഇസ്ലാം കുട്ടിയെ കൊന്നു ഹറാമാണോ? അല്ല. നിങ്ങൾ പോയിട്ട് ഒരാളെ കൊല്ലെന്ന് ചോദിക്കുക, ഇത് ഹറാമാണോ? നിങ്ങൾ അത് ഹറാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ? ഖിദ്ർ ഇസ്ലാം കൊന്ന ഹറാമാണ് പറഞ്ഞെങ്കിൽ ഞാൻ കൊന്ന ഹറാമാകുള്ളൂ എന്ന് പറഞ്ഞാൽ എന്ത് ന്യായമുള്ളത്? എന്നതുപോലെ തന്നെ എല്ലാം അത് എല്ലാത്തിനും അങ്ങനെ തന്നെയാണ്. അതാ ഞാൻ പറഞ്ഞ അമ്പിയാക്കന്മാരെ മുഴുവൻ നമുക്ക് കിട്ടുന്ന വാശി പിടിച്ചിട്ട് വലിയ കാര്യമുണ്ട്, അത് നടക്കൂല. അതേസമയം അത് തെളിവാക്കാൻ അതാ ഞാൻ പറഞ്ഞ നിങ്ങളല്ലാത്ത ലോകത്ത് ഒരു പണ്ഡിതന്റെ ഒരു കിതാബുകൾ പറഞ്ഞാൽ മതി, ഞാൻ അംഗീകരിക്കുന്നത്. ഒരു പണ്ഡിതൻ ലക്ഷക്കണക്കിന് കിതാബുണ്ടല്ലോ, ലക്ഷക്കണക്കായ ആലിമീങ്ങൾ അഹ്ലു സുന്നത്തുണ്ട്, ലക്ഷക്കണക്കായ കിതാബുകൾ എഴുതപ്പെട്ടിട്ടുണ്ട്. ഈ ആലിമീങ്ങൾ എഴുതിയ ഏതെങ്കിലും ഒരു കിതാബിൽ ഈ ഹദീസിനെ നിങ്ങൾ തെളിവാക്കിയതുപോലെ തെളിവാക്കിയ ഒരാളെ നിങ്ങൾ പറയും, ഒറ്റ ആള്. ഞാൻ പറഞ്ഞത് എല്ലാ കിതാബും നോക്കിയിട്ടല്ല വരുന്നത്. പക്ഷെ നിങ്ങൾ എവിടെയൊക്കെ തപ്പിയിട്ടുണ്ടെന്നും കിട്ടാതെ പോന്നാവും ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ആ ധൈര്യത്തിലാണ് ചോദിക്കുന്നത്. ഞങ്ങൾ അത്ര വലിയ ആലിമീങ്ങളൊന്നല്ല, ഞങ്ങൾ മഹാപണ്ഡിതന്മാരല്ല. ഞങ്ങൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന, മതം കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന, മതരംഗത്തുള്ള ഒരു തുല്ലാബുൽ ഇൽമ് തേടുന്ന ആളുകൾ എന്ന് മാത്രം ഞങ്ങളുള്ളൂ. എല്ലാ കിതാബും പഠിച്ചിട്ടില്ല. പക്ഷേ ഞാൻ പറഞ്ഞു, ഈ ഹദീസ് അഹ്ലുസുന്നയുടെ ഒരൊറ്റ പണ്ഡിതൻ പോലും അവിടെ ഒരു കിതാബിൽ പോലും നിങ്ങൾ ഈ പറഞ്ഞതുപോലെ നബിയെ വിളിക്കാൻ ഇസ്തിഗാസ ചെയ്യാൻ തെളിവാക്കിയിട്ടില്ല. അത് ഉറപ്പാണ്. അതുണ്ടെങ്കിൽ നിങ്ങൾ പോണമെങ്കിലും പറയും, ഞാൻ അടുത്താക്ക് പറയാൻ പറ്റുന്ന പറഞ്ഞോട്ടെ. പിന്നെ എല്ലാ വിഷയം വരട്ടെ. അപ്പൊ ഏതായിരുന്നാലും ഞാൻ ആവർത്തിച്ചു പറയുന്നു, ആ ഹദീസ് താങ്കളെപ്പോൾ ദുർവ്യാഖ്യാനിച്ചവരാണ്. അല്ലെങ്കിൽ ഏതോ ചില ആളുകൾ ദുർവ്യാഖ്യാനിച്ചതിനെ നിങ്ങളൊക്കെ തെറ്റിദ്ധരിച്ച് അത് വിശ്വസിച്ചു പോയതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ അഹ്ലുസുന്നയുടെ ലക്ഷക്കണക്കായ പണ്ഡിതന്മാരിൽ ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ ഏതെങ്കിലും ഒരു കിതാബിൽ ഈ ഹദീസിനെ നമുക്ക് നബി തങ്ങളെ വിളിക്കാൻ തെളിവായി, നമ്മളവിടെ പോയി വിളിച്ച ഉത്തരം കിട്ടുമെന്ന് പറയാൻ തെളിവായി, ആ വിളി കേൾക്കുമെന്ന് പറയാൻ തെളിവായി ഉദ്ധരിച്ച ഒരു കിതാബ് ഇല്ല. അത് ഉറപ്പാണ്. നിങ്ങൾ അന്വേഷിച്ചോളി. ഞങ്ങൾ ഇതൊക്കെ ആക്ഷേപിക്കാൻ പറയില്ല, നിങ്ങൾ ആത്മാർത്ഥമായി അന്വേഷിക്കും. നിങ്ങളിവിടെ ഒരുപാട് നേരം സംസാരിച്ചു. വഫാത്തായി പോയ മഹാന്മാരുടെ അരികിൽ വന്ന് അവരെ വിളിക്കൽ ശിർക്കാണ് എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ശിർക്ക് എന്ന് പറഞ്ഞാൽ അത് ഏത് കാലത്തും ശിർക്കാണ്, എല്ലാവർക്കും ശിർക്കാണ്. അതിൽ അമ്പിയാക്കന്മാര് വ്യത്യാസമല്ല, ഔലിയാക്കന്മാര് വ്യത്യാസമല്ല. ഈസാ നബിക്ക് ശിർക്കാതെ ഞമ്മക്ക് തൗഹീദാകാം, ഞമ്മക്ക് തൗഹീദായത് ഈസാ നബിക്ക് ശിർക്കാകാം, അങ്ങനെ ഉണ്ടാവില്ല. ശിർക്ക് എല്ലാവർക്കും ശിർക്കാണ്. നിങ്ങൾ പറഞ്ഞ പ്രകാരം നമ്മൾ ചെയ്യണോ ചെയ്യേണ്ടതോ അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് ചെയ്യണോ ചെയ്യണ്ട അതൊക്കെ നമുക്ക് സംസാരിക്കാം. നിങ്ങൾ പറഞ്ഞത് പ്രകാരം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തത് ശിർക്കാണ് എന്നാണ് വരിക. കാരണം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മഹാനായ വഫാത്തായി പോയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ അരികിൽ വരുമെന്ന് നബി തങ്ങൾ പറയാ. അപ്പൊ നിങ്ങളെ വാശി പറഞ്ഞാൽ എന്താ? അത് ശിർക്കാണ്. അപ്പൊ ഈസാ നബിക്ക് ശിർക്ക്, തൗഹീദ് നമുക്ക് ശിർക്ക്, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. എല്ലാവർക്കും ശിർക്കാണ്. അത് ദുനിയാവിൽ ശിർക്കായ തന്നെ ആഖിറത്ത് എല്ലായിടത്തും ശിർക്ക് തന്നെ, എല്ലാവർക്കും ശിർക്കാണ്. പിന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവം, ഖദർ നബിന്റെ സംഭവം അത് ഇങ്ങോട്ട് ഖിയാസാക്കാൻ പറ്റൂല. കാരണം ഫുറൂഇയ്യായ വിഷയത്തിൽ, അത് ശാഖാപരമായ വിഷയത്തിൽ ശരീഅത്തിൽ വ്യത്യാസം ഉണ്ടാവും. തൗഹീദൊന്നും ശിർക്കൊന്നും ശിർക്കും തൗഹീദും അതിന് വ്യത്യാസം ഉണ്ടാവില്ല. നേരെ മറിച്ച് അത് മൂസാ നബിയുടെ ശരീഅത്ത്, ആ ശരീഅത്തിൽ ഒരു പക്ഷെ അങ്ങനെ ചെയ്യാം. അതാണ് പണ്ഡിതന്മാരെ വിശദീകരിച്ചത്. അതുകൊണ്ട് അത് പറഞ്ഞ് വിഷയം മാറ്റാൻ ഫൈസൽ മൗലവിനോട് നേരത്തെ പറഞ്ഞെന്തോ, ഈ ഉസ്താദ് അവിടുന്ന് ബാക്കിലേക്ക് ഇരുന്നപ്പോ പറഞ്ഞെന്താണ്, മൂപ്പർക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞോട്ടെ, അതിന്റെ ബാക്കി എന്നാ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അവിടെ പറഞ്ഞത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിഷയം മൂട്ട് ഖിയാസാക്കാൻ പറ്റൂല എന്നാ ഫൈസൽ മൗലവി പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നു, നമ്മൾക്ക് അനുകരിക്കാൻ പറ്റുമോ ഇല്ലേ? കഴിഞ്ഞിട്ടില്ല അല്ല, പറഞ്ഞല്ല പറയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങളല്ലല്ലോ നമ്മള്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു. അവിടെ ഞാൻ ബാക്കിലുള്ള ആൾക്ക് ആ കിതാബ് പറയാൻ പറഞ്ഞത്, ഞാൻ ആ പ്രതീക്ഷയിലായിരുന്നു. ആള് മാറി ശേഷം തന്നെ ആക്കും വേണമെങ്കിൽ ആ കിതാബ് പറയാം. ഏത് ഈ ഹദീസിനെ വിശദീകരിച്ച അഹ്ലുസുന്നയുടെ പണ്ഡിതന്റെ കിതാബ് പറയാമെന്നത്, അത് മാത്രം ഒഴിവാക്കി നിങ്ങൾ ആ കിതാബ് വായിക്കും. അത് വായിക്കും.
മുസ്നദു അബിയഅല അതന്നെ കിതാബ്, വേറെ കിതാബ് അതിലില്ല. മുസ്നദു അബിയഅലയിൽ ഇല്ലാന്നോ? ഇസ്തിഗാസ തെളിവാണില്ല. ഇസ്തിഗാസക്ക് തെളിവാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ചോദിക്കണ്ടല്ലോ, നിങ്ങൾ സൗഹാർദ്ദമായി ചോദിക്കാം. ഞാൻ പറയട്ടെ, നിങ്ങൾ പറഞ്ഞ വാദപ്രകാരം എന്താ? നമ്മൾ അനുകരിക്കാൻ പറ്റുമല്ല, വിശക്കട നിൽക്കട്ടെ. നിങ്ങൾ പറഞ്ഞ വാദപ്രകാരം എന്താ? മഹാന്മാരായ വഫാത്തായി പോയ മഹാന്മാരുടെ ഹദറത്തിൽ വന്ന്, അതായത് അവരെ വിളിക്കൽ ശിർക്കാണെന്ന് ശിർക്കാണെന്ന് പറയുന്നുണ്ടല്ലോ, ശിർക്കാണെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ഈസാ നബിക്ക് ശിർക്കായത് നമുക്ക് തൗഹീദാകാം, അങ്ങനെ എല്ലാവർക്കും ശിർക്കല്ലേ? അപ്പൊ നിങ്ങളെ വാദപ്രകാരം ഈസാ നബിന്റെ ശിർക്ക് പറയണ്ടേ? എന്തുകൊണ്ടല്ല? അത് ചോദിച്ചാൽ പോലെ അതിന് പത്രം എടുക്കാൻ ആവശ്യമുണ്ടോ? അപ്പൊ നേരത്തെ നിങ്ങൾ ഒരു 10 മിനിറ്റ് ചോദ്യം ചോദിക്കുമ്പോ ഒരു 12 മിനിറ്റ് ഉത്തരം പറയേണ്ടി വരില്ലേ? യെസോർനോ എന്ന് പറഞ്ഞോണ്ട് കഴിഞ്ഞല്ലോ. ഇപ്പോഴും യെസോർനൊക്കെ എന്താ മനസ്സിലായിട്ടില്ല. ശിർക്കാണോ? ശിർക്കാണ്. നമുക്ക് ശിർക്കാതെ ഈസാ നബിക്ക് തൗഹീദാവോ? ഇല്ല. ശിർക്ക് എല്ലാവർക്കും എല്ലാ കാലത്തും ശിർക്ക് തന്നെയാണ്. അതിന് വേണോ വേണ്ടെന്ന് തീരുമാനിക്കണോ? വേണ്ട തീരുമാനിച്ചാൽ അത് വേണ്ട തീരുമാനിച്ചാൽ മതി. ഇനി വേണോ വേണ്ട പിന്നെ ചർച്ച ചെയ്യാം. അല്ല, വേണ്ട, ശിർക്ക് എന്തിനാ നമുക്ക്, അത് ഒഴിവാക്കാം. എന്നാൽ ഇത് ആ ശിർക്കാണോ, അതിന് തെളിവാണോ? അല്ലാന്ന് പറഞ്ഞത് ആ വേണം. ഞാൻ നേരത്തെ അത്രയും വിശദീകരിച്ചത്. അപ്പോഴൊക്കെ നിങ്ങൾ മറ്റാളെ പിന്നെ ചോദിപ്പാക്കി, അപ്പോൾ കേട്ടില്ല. മൂപ്പരെ കേട്ടു, മൂപ്പർക്ക് അത് അല്ലെന്തല്ല എനിക്ക് ഞാൻ പിന്നെ പ്രതീക്ഷിക്കുന്നു അദ്ദേഹം അതിന് പഠിക്കും. നിങ്ങൾ ആ സമയത്ത് മൂപ്പരെ ഇറങ്ങാറാക്കാൻ വേണ്ടി പിന്നെ കൂടി, അപ്പൊ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. അതാണ് പ്രശ്നം. ഇനി നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഫുറൂഇയ്യാത്തിലെ വ്യത്യാസം ഉണ്ടാവും. സലാഹുദ്ദീൻ അതും പറയാൻ പറ്റും ഈ വിഷയത്തിൽ. അങ്ങനെയാണെങ്കിൽ മൂസാ നബിയുടെ കാലത്ത് കൊലപാതകം ഹറാമല്ല എന്നാണ്. അതാണ് പിന്നെ അർത്ഥം. ഫുറൂഇയായ ഹുക്മിയായ വിഷയത്തിൽ ഓരോ അമ്പിയാക്കന്മാർക്ക് ഓരോ ശരീഅത്താണ്, സംശയമില്ല. മതനിയമങ്ങൾ വ്യത്യസ്തമാണ്. അതിനർത്ഥം മൂസാ നബിന്റെ ഖിദ്ർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് കൊലപാതകം ഹറാമല്ല, ഇപ്പോഴാണ് ഹറാമായത് എന്നാണോ? അല്ല, എല്ലാവർക്കും ആരും മാനെ പോയി കൊല്ലാന്ന് അല്ലല്ലോ. ആദം നബിന്റെ മക്കളുടെ കാലത്ത് കൊലപാതകം ഉണ്ടായപ്പോ അല്ല പറഞ്ഞത് ഒരാളെ കൊന്നാൽ എല്ലാരും കൊന്ന പോലെ നല്ലത്. മാത്രമേ നബിതങ്ങൾ പറഞ്ഞത് എവിടെ ഒരാൾ ആരെ കൊന്നാലും ആദം നബിയുടെ ഒന്നാമത്തെ പുത്രന് ഈ രക്തത്തിന്റെ വിഹിതം കിട്ടാതിരിക്കില്ല. അന്ന് മുതലേ ഹറാമാണ്. അല്ല, മൂസാ നബിയുടെ കാലത്ത് കൊലപാതകം ഹലാലൊന്നുമല്ല, അന്നും കൊലപാതകം ഹറാമേ. എന്നാ ഖിദ്ർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് ഹറാമാണോ? അല്ല. അതാണ് വ്യത്യാസം. കൊലപാതകം അന്നും ഹറാമല്ല, ഖിദ്ർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് ഹറാമാണോ? അല്ല. എന്നതുപോലെ ശിർക്ക് എന്നും ശിർക്ക് തന്നെ. ഈസാ നബി ചെയ്ത ശിർക്കാണോ? അല്ല. എന്തുകൊണ്ട്? ഈസാ നബി അവിടെ പോയി ഇസ്തിഗാസ ചെയ്യുന്നില്ല, അവിടെ പോയി സഹായം തേടുന്നില്ല, അവിടെ പോയി വിളിച്ചു പ്രാർത്ഥിക്കുന്നില്ല. നേരെ മറിച്ച് അല്ലാഹു തആല സംവിധാനം ഒരുക്കി കൊടുക്കുന്നു. ദീന് പഠിക്കണോ? ചോദിക്കുന്നു, പറഞ്ഞു കൊടുക്കുന്നു. അതവിടെ കഴിഞ്ഞ് ഏതുപോലെ ബൈത്തുൽ മുഖദ്ദസ് കൊണ്ടുപോയത് പോലെ, 7 ആഗസ്റ്റ് പോയതുപോലെ മിറാജ് യാത്ര പോയല്ലോ, ഇസ്രാ പോയല്ലോ, നേരത്തെ പറഞ്ഞല്ലോ. ബൈത്തുൽ മുഖദ്ദസിൽ ചെന്നു, നബി തങ്ങൾ ഇമാമ നിന്നു, മറ്റു അമ്പിയാക്കളും മഅ്മൂമ നിന്നു. അത് ആ ഒരു കേസിൽ അവസാനിച്ചു. ഇനി അടുത്ത തിരിച്ചു വന്ന് സുബ്ഹിക്ക് ബാങ്ക് കൊടുത്തിട്ട് നബി പറഞ്ഞു, എനിക്ക് ഇഖാമത്ത് കൊടുക്കല്ലേ, ഇബ്രാഹിം നബി വരാനുണ്ട്, ഇസ്മായിൽ നബി വരാനുണ്ട്, മൂസാ നബി വരാൻ വരട്ടെ, എന്നിട്ട് നമുക്ക് ഇഖാമത്ത് കൊടുക്കുക എന്ന് പറഞ്ഞു. ഇല്ല. അതിനുശേഷം ഏകദേശം 10-12 കൊല്ലം അല്ലാഹു റസൂൽ നിസ്കരിച്ച ഇമാമായിട്ട് എന്തെങ്കിലും ജമാഅത്തിന് ഈസാ നബി ഇബ്രാഹിം നബി വന്നോ? ഇല്ലല്ലോ. നബി എപ്പോഴൊക്കെ ഇനി രണ്ടാമതൊന്നാല് ഞാൻ അങ്ങോട്ട് പോയോട്ടെ, ഒന്നുകൂടി ഇമാം വെക്കണം എന്ന് പറഞ്ഞോ? ഉണ്ടായില്ലല്ലോ. അപ്പൊ റബ്ബുൽ സംവിധാനം ഒരുക്കി കൊടുത്തു. ആ സംവിധാനം അവിടെ നടപ്പായി. അത്ര ഇതിലുള്ളൂ. നമുക്ക് സംവിധാനം ഒരുക്കി തന്നാലും നമുക്കും പറ്റും, പക്ഷെ സംവിധാനം ഇല്ല. നമുക്ക് സംവിധാനം ഇപ്പൊ മുഹമ്മദ് നബി പള്ളി വരികയാണെങ്കിൽ നമുക്ക് ചോദിക്കാം, ഒന്ന് പറഞ്ഞു കൊടുക്കി, ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞിട്ട് ഓർക്ക് മനസ്സിലാണില്ല, നിങ്ങൾ ഒന്ന് പറഞ്ഞു കൊടുക്കി, നമുക്ക് പറയാം. പക്ഷെ റസൂൽ ഇപ്പൊ വരുന്നില്ലല്ലോ. അതാ പറഞ്ഞ അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ അല്ലാഹു തആല 2 നബിമാർ തമ്മിൽ സംയോജിപ്പിച്ചുകൊണ്ട് അവർക്ക് നടത്തുന്ന ഒരു സംവിധാനം, ആ സംവിധാനത്തെ നമുക്ക് പൊതുവൽക്കരിച്ച് നമ്മളും അവിടെ പോയി വിളിച്ചാൽ കിട്ടും, ഉത്തരം ചെയ്യും, ആ വിളി കേൾക്കും എന്ന് പറയാൻ തെളിവല്ല. ഇത് തെളിവാണെങ്കിൽ അതാ ഞാൻ പറഞ്ഞത്, ഈ ഹദീസ് 1400 കൊല്ലമായല്ലോ കൈമാറി വരുന്നു. റസൂൽ പറഞ്ഞിട്ട് നേരെ ചെറാറിക്ക് സംസ്ഥാനത്തേക്കോ അല്ലെങ്കിൽ മർക്കസൊക്കെ കൊടുത്തയച്ചല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ സ്വഹാബത്ത് കേട്ടു, താബിഴുകൾ കേട്ടു, താബിഴ് കേട്ടു, ഇമാമികൾ കൈമാറി പോന്നു. 1400 കൊല്ലം ലക്ഷക്കണക്കായ പണ്ഡിതന്മാർ തങ്ങളുടെ ഗ്രന്ഥങ്ങളിലൂടെ കൈമാറി പോന്നു. എങ്കിൽ ഈ കാലം വരെ നൂറ്റാണ്ട് 14-നിടയിൽ ലോകത്ത് ആരാണ് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഈ ഹദീസിന് അർത്ഥം പറയുകയും അങ്ങനെ മനസ്സിലാക്കുകയും ചെയ്തത്? ഒരാളുമില്ല. എങ്കിൽ പിന്നെ ഒന്നുകിലും ഓർക്കൊന്നും തിരിഞ്ഞില്ല, നിങ്ങൾക്ക് തിരിഞ്ഞു വരേണ്ടി വരും. അത് പറഞ്ഞാൽ ഞങ്ങൾക്ക് ധൈര്യമില്ല. കാരണം നിങ്ങൾ അർത്ഥം പറഞ്ഞ പോലെ നിങ്ങളല്ലോ ഞങ്ങൾ. അതല്ലെങ്കിലോ അവരൊക്കെ പറയാത്ത പുതിയത് നിങ്ങൾ പറഞ്ഞു, അത് നമുക്ക് ആവശ്യമില്ല. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ അദ്ദേഹം മാറിയപ്പോ ഞാൻ പറഞ്ഞു പുതിയ വന്നാൾ കിതാബ് പറഞ്ഞോട്ടെ,
നിങ്ങൾ അന്ന് പറഞ്ഞോളി, ഈ ഹദീസ് വിശദീകരിച്ച ലോകത്ത് ഏത് പണ്ഡിതനാ, അഹ്ലുസുന്നയുടെ ഏത് പണ്ഡിതൻ ഏത് കിതാബിലാ ഈ ഹദീസ് വെച്ചിട്ട് നബി നമ്മൾ വിളിച്ചാൽ കേൾക്കുന്നത് തെളിവാക്കിയത്, നമ്മുടെ വിളിക്ക് ഉത്തരം ചെയ്യുന്ന തെളിവാക്കിയത്? അതല്ലേ സ്ഥാപിച്ചെടുക്കുന്നത്. നബി മാത്രമല്ലല്ലോ, യാഹൂ തങ്ങളെ വിളിക്കാനും കോയപ്പാപ്പാനെ വിളിക്കാനും CM നെ വിളിക്കാനും അതിനൊക്കെയാണല്ലോ ഒപ്പിച്ചു കൊണ്ടിരുന്നത്, അതിനൊക്കെയാണ് ഒപ്പിക്കുന്നത്. പക്ഷെ അതൊക്കെ എവിടുന്ന് കിട്ടി? അതാ ഞങ്ങൾ എവിടെയുമില്ല. ഞങ്ങൾക്ക് കിതാബ് അറിയില്ല. നിങ്ങൾ കിതാബ് പഠിച്ചവരാണല്ലോ എന്നല്ല വെപ്പ്. ശരി, നിങ്ങൾ പറയും, ഏതെങ്കിലും കിതാബിൽ എവിടെയെങ്കിലും ലോകത്ത് ലക്ഷക്കണക്കായ പണ്ഡിതന്മാരുടെ ലക്ഷക്കണക്കായ കിതാബുകളിൽ ഏതെങ്കിലും ഒരു കിതാബിൽ ഈ ഹദീസിൽ നിന്ന് നിങ്ങൾ പറഞ്ഞതുപോലെ തെളിവായി സ്വീകരിച്ച, നിങ്ങൾ പറഞ്ഞതുപോലെ ഇത് തെളിവായി കൊണ്ടുവന്ന ഒരാളെ നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ സമ്മതിച്ചോളാം. അഹ്ലുസുന്നയുടെ ഒരു ഇമാമിന്റെ ഒരു കിതാബുകൾ പറഞ്ഞാൽ മതി, അത് കഴിയാൻ ഞങ്ങൾക്ക് ഉറപ്പാ. അപ്പൊ ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ ചെയ്ത ഒരു വ്യാഖ്യാനമാണ്. ഈസാ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ദീനിൽ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച വിഷയത്തിന് അവരാരും മനസ്സിലാക്കാത്ത, അഹ്ലുസുന്ന ഒരിക്കലും ഉൾക്കൊണ്ടിട്ടില്ലാത്ത ഒരു പുതിയ തലത്തിലേക്ക് കൊണ്ടുപോയി ദുർവ്യാഖ്യാനിച്ച് ഏതോ ചില ശിയാക്കൾ അതങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ലോകത്ത് ഷിയാക്കൾ അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഷിയാക്കളെ സൈറ്റ് പോയാൽ കിട്ടും. ഈ ഹദീസിനെ അവർ അലിയെ വിളിക്കാൻ തെളിവാക്കിയിട്ടുണ്ട്, ഹസൻ ഹുസൈനെ വിളിക്കാൻ തെളിവാക്കിയിട്ടുണ്ട്, ഫാത്തിമ ബീവിയെ വിളിക്കാൻ തെളിവാക്കിയിട്ടുണ്ട്, തങ്ങളുടെ 12 ഇമാമികളെ വിളിക്കാൻ തെളിവാക്കിയിട്ടുണ്ട്. ഈ ഹദീസിനെ ഷിയാക്കൾ അല്ലാതെ അഹ്ലുസുന്നക്ക് അത് പരിചയമില്ല. അപ്പൊ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും ചില ചങ്ങായിമാര് അവൾ എടുത്തോണ്ടിട്ട് അതിങ്ങനെ ഇട്ടുന്നിട്ട് ഇത് അങ്ങനെ ഹദീസുണ്ട് എന്ന് പറയുമ്പോഴേക്കും നമ്മളതിന് പിന്നാലെ പോകേണ്ടവരില്ല. ഈ നാട്ടിൽ സാധാരണക്കാർ നിങ്ങളൊക്കെ പോലുള്ള ആളുകളൊക്കെ പറഞ്ഞ് ദീനാന്ന് വിചാരിച്ചിട്ടാണ് ഒപ്പം കൂട്ടത്. അതുകൊണ്ട് നമുക്കത് ഒരു